ആരുടെ ആളാരാണോ? ഹായ്, ഫേസ്ലെസ് ആണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നടി രേവതിയെക്കുറിച്ചും റിമ കല്ലിങ്ങലിനെ കുറിച്ചുമാണ്. കാരണം എന്റെ മുൻ വീഡിയോകളിൽ എല്ലാവരും പറഞ്ഞു ഞാനൊരു പ്രത്യേക വിഭാഗത്തിന്റെ ആളാണ്. ഞാനൊരു പ്രത്യേക വിഭാഗത്തിന്റെ ആളല്ല. നമ്മൾക്ക് സത്യമെന്ന് തോന്നുന്നത് നമ്മൾ വിളിച്ചു പറയുന്നു, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ കേൾക്കുക. നടി രേവതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക്. രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നടി രേവതിയായിരുന്നു, അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. യുവാവിന്റെ നഗ്ന ചിത്രങ്ങള് സംവിധായകൻ രഞ്ജിത്ത് രേവതിക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണം ശരിക്കും പറഞ്ഞാല് നടിയും സംവിധായകയുമായ രേവതി നിഷേധിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു നഗ്ന ചിത്രങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് രേവതി പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയോടാണ് അവരത് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നു മിക്ക ഓഡിയൻസും അത് അറിഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ആരോപണം ഉണ്ടായത് മാത്രമേ എല്ലാവരും അറിഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ മീഡിയക്കാരൊന്നും ഇത് സംസാരിച്ചിട്ടില്ല. WCCയുടെ തലപ്പത്തിരിക്കുന്ന ആളെന്നുള്ള നിലയിലാണോ രേവതിയെ കുറിച്ച് മീഡിയക്കാർ സംസാരിക്കാത്തതെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ പ്രശ്നം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടേ എങ്കിൽ അത് സംസാരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാരണം അയാളെ മദ്യലഹരിയിൽ ആക്കിക്കൊണ്ടാണ് അയാളുടെ നഗ്ന ചിത്രങ്ങള് സംവിധായകൻ രഞ്ജിത്ത് എടുത്തിരിക്കുന്നു എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് എങ്കിൽ അയാളുടെ സമ്മതമില്ലാതെ എടുത്ത ചിത്രങ്ങള് രേവതി അത് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് രേവതിയുടെ കടമയാണ്. രേവതി കുറ്റക്കാരിയായിട്ട് തന്നെ വരികയും ചെയ്യും. പക്ഷെ ഇവിടെ രേവതി അത് നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ശരിക്കും ഉത്തരം പറയേണ്ടത് സംവിധായകൻ രഞ്ജിത്താണ്. കാരണം താനത് രേവതിക്ക് അയച്ചു കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് സംവിധായകൻ രഞ്ജിത്താണ് പറയേണ്ടത്. അതിന് പിന്നിലുള്ള റീസൺ, അവർ എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പോൾ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവർ നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഈ പരാതിക്കാരൻ പോലും പറയുന്നത് രഞ്ജിത്താണ് പറഞ്ഞത് നടി രേവതിക്ക് അയച്ചു കൊടുത്തത്. അല്ലാതെ പരാതിക്കാരൻ അത് വ്യക്തമായിട്ട് അറിയില്ല. ഇങ്ങനെ ഒരു കാര്യം അയച്ചു കൊടുത്തോ എന്നും അറിയില്ല. അതുപോലെ തന്നെ അത് നടി രേവതിക്കാണോ എന്നും അറിയില്ല. രഞ്ജിത്ത് പറഞ്ഞത് മാത്രമാണ് പരാതിക്കാരന്റെ കയ്യിലുള്ള തെളിവ്. ഇവിടെ പരാതിക്കാരൻ പരാതി കൊടുത്തിരിക്കുന്നതും രഞ്ജിത്തിനെതിരെ മാത്രമാണ്, നടി രേവതിക്കെതിരെ അല്ല. അതുകൊണ്ട് തന്നെ രേവതി അത് സമ്മതിക്കുന്നില്ല എങ്കിൽ ഇനിയും രഞ്ജിത്തിലേക്ക് തന്നെ ഈ അന്വേഷണം ഒതുക്കേണ്ടി വരും. രഞ്ജിത്ത് രേവതിയുടെ പേര് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെളിവുകളിലൂടെ രേവതി ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേവതിക്കെതിരെ അന്വേഷണം വരണമെന്ന് തന്നെയാണ്. അതിന് ഏത് WCCയുടെ പ്രസിഡന്റ് ആയാലും അലിഗേഷൻ വരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ രേവതിക്ക് നേരെ പ്രത്യക്ഷമായി പരാതിക്കാരൻ വന്നിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോ മിണ്ടാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല രേവതി അത് നിരുപാധികം തള്ളിക്കളയുകയും ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ തുടരന്വേഷണങ്ങളിൽ പുറത്തു വരട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി റിമ കല്ലിങ്ങലിന് നേരെയുള്ള അലിഗേഷന് അത് നടത്തിയിരിക്കുന്നത് ഗായിക സുചിത്രയാണ്. അല്ലെങ്കിൽ ഗായിക സുചിത്ര എന്ന് പറഞ്ഞാൽ അറിയുന്നതിനേക്കാൾ കൂടുതൽ സുജി ലീക്സ് എന്ന് പറഞ്ഞാലായിരിക്കും അവരെ കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം. കാരണം അവര് തമിഴകത്ത് കുറെ കോളുകളൊക്കെ സൃഷ്ടിച്ച ആളാണ്. തമിഴ് നടൻ ധനുഷ് തൊട്ട് അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ആള് വരെ വെള്ളം കുടിച്ചതാണ് സുജി ലീക്സ് കാരണം. അതില് അല്പമെങ്കിലും സത്യം ഉണ്ടായിരുന്നിരിക്കാം സുജി ലീക്സ് എന്നുള്ള പരമ്പര. നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അതിന്റെ ഫോട്ടോസും അവരുടെ കുറച്ച് വിവരണങ്ങളും ഒക്കെ ആയിട്ട്. എനിവേസ്, ഇവിടുത്തെ കാര്യം നടി റിമ കല്ലിങ്ങലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഗായിക സുചിത്ര ആരോപിച്ചിരിക്കുന്നത്. was also going through a very, very bad PR phase up to 2-3 years. The career அடிபட்டிருக்குன்னா அவங்க கண்டக்ட் பண்ணின பார்ட்டிஸ்னால தான் most, where there was a lot of free usage of certain things which should never even be at a party, not even at an adult party. கொச்சி ரெய்ட் எல்லாம் விழுந்தப்போ யார் வீட்டுல விழுந்துச்சு ப்ரோ? ரீமா கல்லிங்கல் அண்ட் ரீமா வீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களுடைய சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க. guys also ലഹരി മരുന്ന് ഉപയോഗവും പാർട്ടികളും ഹോം പാർട്ടികളും ഒക്കെ ആയിട്ട് കുറെ ചെറുപ്പക്കാരെ, അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ പിള്ളേരെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ അടിമകളാക്കി മാറ്റാൻ റിമ കല്ലിങ്ങലും ആഷിഖബുവും പ്രധാന പങ്കുവഹിച്ചു എന്നൊക്കെയാണ് സുചിത്ര അവകാശപ്പെടുന്നത്. അത് അവരോട് ആ പാർട്ടികളിൽ പങ്കെടുത്ത പല ഗായകരും അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ റിമ കല്ലിങ്ങൽ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും അവർ പറയുന്നുണ്ട്. കാരണം സ്ത്രീ ശാസ്ത്രീകരണത്തിന് വേണ്ടി ഘോരം
ഘോരം ബാധിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ പ്രയാസമായവർക്ക് വന്നു എന്നാണ് അവർ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്, പ്രത്യേകിച്ച് മലയാള സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം ഭയങ്കരമായിട്ടുണ്ട് എന്ന് ഹേമ കമ്മീഷൻ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഉറപ്പായും ഒരു അന്വേഷണം വരണം. യങ് ജനറേഷന് പാർട്ടികളിൽ ഇടം കൊടുത്ത് അവരെ ലഹരി മരുന്നിന് അടിമകളാക്കുന്ന പ്രവണത എന്ന് പറയുന്നത് അതൊരു ഗുരുതരമായ കുറ്റം തന്നെയാണ്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ റിമയ്ക്കെതിരെ തീർച്ചയായിട്ടും അന്വേഷണം പോകേണ്ടതാണ്. അതില് ബന്ധപ്പെട്ട എല്ലാവരെയും പുറത്തു കൊണ്ടുവരേണ്ടതുമാണ്. പിന്നെ സുചേച്ചി പറഞ്ഞു, ഈ പാർട്ടികളിൽ വെച്ച് പലർക്കും അവരുടെ വിർജിനിറ്റി വരെ നഷ്ടപ്പെട്ടു പോകാറുണ്ടെന്ന്. കൂടാതെ ഇങ്ങനെയൊക്കെ ലഹരിക്ക് അടിമയായതുകൊണ്ടാണ് റിമയുടെ മലയാള സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടതെന്നും അവർ പറയുന്നുണ്ട്. എങ്കിൽ അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട് സുചേച്ചി. റിമയുടെ അവസരങ്ങൾ നഷ്ടപ്പെടാൻ മെയിൻ കാരണം അവര് WCCയുടെ ശബ്ദമായതിനു ശേഷമാണ്. അവര് സിനിമയിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയതിന് ശേഷമാണ്. അത് അവര് തന്നെ അവരുടെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചതുമാണ്. I just wanted to ask you, did you have personal experiences where you had to push back? In your case, did you have personal experiences? Did you push back? Did that help? And were you penalized as much for it? Like, and I was banned twice. I you have were been penalized banned a lot. multiple times. Yes, you were always penalized. I feel like all the great movies, and I'm like, why don't I see enough of you? Oh, I forgot. There is an unofficial boycott. പക്ഷെ റിമയുടെ കരിയർ എൻഡാകാൻ കാരണം മെയിനായിട്ട് ലഹരിയല്ല. എന്താണെങ്കിലും ഇതിനൊക്കെ എതിരെ ഡിഫമേഷൻ കേസ് റിമ ഫയൽ ചെയ്തിട്ടുണ്ട്. വ്യക്തമായിട്ട് റിമ പ്രതികരിച്ചിട്ടുണ്ട്. സുചേച്ചിക്ക് ചിലപ്പോൾ ഡിഫമേഷൻ പുല്ലായിരിക്കും, ബട്ട് നമ്മുടെ വിഷയം ആരോപിക്കപ്പെട്ട കാര്യത്തിനെതിരെ റിമ തന്നെ പ്രതികരിച്ചു എന്നതാണ്. ശരിക്കും എന്തൊക്കെയാണെങ്കിലും വീണ്ടും പറയാൻ ഒന്നേ ഉള്ളൂ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുഴുവൻ പുറത്തു വരണം. പിന്നെ ഈ ലഹരിയുടെ കാര്യമാണെങ്കിൽ റിമയുടെ പേരും കാണുമല്ലോ ആ കമ്മീഷനകത്ത്. അല്ലാതെ WCCക്ക് വേണ്ടി മാത്രം എഴുതിയ കമ്മീഷൻ റിപ്പോർട്ടൊന്നും അല്ലല്ലോ അത്. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം എല്ലാ കാര്യത്തെക്കുറിച്ചും എല്ലാവരും ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഈ സംസാരത്തിനൊക്കെ ഒരു ഉത്തരം ഉണ്ടാകണമെന്നും മാത്രമേ ഉള്ളൂ. അതുണ്ടാവട്ടെ. എനിക്ക് തോന്നുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മൊത്തത്തിൽ പുറത്തു വിട്ടാല് അതിനുള്ള ഉത്തരമാകും. ആരൊക്കെയോ അതിനെ പേടിക്കുന്നുണ്ട്. ആ പേടിക്കുന്നതിന്റെ പേരില് ചുറ്റും നിൽക്കുന്നവനെ വെള്ളം കുടിപ്പിക്കാൻ പേടിക്കുന്നവരൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഉപ്പ് തിന്നവനെ വെള്ളം കുടിക്കേണ്ടി വരുള്ളൂ, അല്ലാത്തവർക്ക് വെള്ളം കുടിക്കേണ്ടി വരില്ല. ഇത്രയും നാളും കുറെ കള്ളങ്ങൾ മൂടി വെച്ചു. ആ കള്ളങ്ങൾ ആരുടെ പേരിലുള്ളതായാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. ബൈ. ഇപ്പോ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മോൻ അറിയാമല്ലോ. ഒരിക്കലും പോകരുത് ആ പരിപാടിക്ക്. നമ്മളൊക്കെ ഡീസൻ്റായി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ആൾക്കാരാ അല്ലേ? അങ്ങനെയല്ലേ? ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നു. അതെ.